ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ റോമൻസ് 8 അതിൻ്റെ 16 വായിച്ചത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിന് ഒരു ഉറപ്പ് തരും, നീ ഒരു ദൈവത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ പ്രതിസന്ധി വരുമ്പം ഈ പതർന്നതിൻ്റെ കാര്യമുണ്ടോ? പരിശുദ്ധാത്മാവിൽ നമുക്ക് ഉറപ്പ് കിട്ടുന്നില്ല, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ തന്നെ ഇതിനെ ഫേസ് ചെയ്യണം? ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ, ഐ ആം സോ ഹാപ്പി ദാറ്റ് ടു നോ ദാറ്റ് മൈ ലൈഫ് ഈസ് നോട്ട് ഇൻ മൈ കൺട്രോൾ എന്ന് പറയുന്നത് ആരുമില്ലെന്നാണോ? എൻ്റെ കൺട്രോളിലെന്ന് പറഞ്ഞാൽ ആരുമില്ലെന്നാണോ? സർവശക്തനായ ക്രിയേറ്ററിൻ്റെ കൺട്രോൾ, ദ ഓൾ മൈറ്റി ഓൾ പവർഫുൾ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ്. He is my beloved dad too. He is not a helpless person. He is not a weak person. He is the almighty creator of this world. When the world calls him God, I have the privilege and it's my right to call him Abba Father. ഒന്ന് വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ആ ഉറപ്പ് പ്രാപിക്കുക. നമ്മളെ പ്രതിസന്ധികളിൽ വീണു പോകാനല്ല പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കാൻ. റോമലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കും. എന്നിട്ട് പറയാം, ഒരു ആപ്ലിക്കേഷൻ പറയാം, വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഇല്ല, ശരിയല്ല. നമ്മുടെ പ്രാർത്ഥന ഒന്ന് പരിശോധിച്ച് നോക്കി. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും കൂടുതലും സെൽഫ് സെൻറ്റേഡ്. അതേസമയം ആ ബലഹീനത തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്കൊരു ബലഹീനതയുണ്ട്, എനിക്കറിയത്തില്ല എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തിട്ട് പരിശുദ്ധാത്മാവോടൊന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, യു ഗൈഡ്, യു ഹെൽപ്പ് മീ ടു പ്രേ. കാരണം പിതാവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്നും നമ്മുടെ യഥാർത്ഥ ആവശ്യം എന്താണെന്നും പരിശുദ്ധാത്മാവിന് അറിയാവുന്നു. ഈസ് എ മീഡിയേറ്റർ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അന്യഭാഷ സംസാരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, അല്ലാതെ അവരോൺ നമ്മുടെ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ആത്മാവിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് അന്യഭാഷ മാത്രമല്ല കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യും. നമ്മുടെ പ്രാർത്ഥനാ രീതി മാറും. കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ രീതി അങ്ങ് വേറെ ലെവലിലോട്ട് പോകും. നമ്മൾ പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇതിനായിരിക്കില്ല, സ്പിരിച്വൽ തിങ്സ്. ഭൗതികം വേൾഡി വേണ്ടെന്ന്, മെറ്റീരിയൽ വേണ്ടെന്നല്ല, അതെല്ലാം കൂട്ടിച്ചേർക്കുമെന്നുള്ള നമുക്കൊരു ഉറപ്പ് കിട്ടും. പിന്നെന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കൂടെ അങ്ങയുടെ നാമം മഹത്വം എടുക്കണം. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡിസയറാണ്, എനിക്ക് ഈ വന്ന രോഗം അത് 100% കർത്താവിൻ്റെ മഹത്വത്തിന് മാത്രമായിട്ട് തീരണം. ഇത് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എന്താ പറഞ്ഞേ, ഒരു പ്രാർത്ഥന അല്ലത് കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ പിന്നെ കർത്താവ് നോക്കിക്കോളുമല്ലോ. നമ്മുടെ കൗശല ബുദ്ധി ഉണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. പലരും നേർച്ചയൊക്കെ നേരാറുണ്ട്, ഞാൻ സൗഖ്യമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ചെയ്തോളാം, ഞാൻ ഇത് ചെയ്തോളാം, ഞാൻ അങ്ങോട്ട് നടന്നോളാം, ഇങ്ങോട്ട് ഓടിക്കോളാം, അല്ല ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ കർത്താവിനെ സേവിച്ചോളൂ. നോ, നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല. കാരണം ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഹിസ് പെർഫെക്റ്റ്. കർത്താവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്, അത് പൂർണ്ണമായിട്ടും എന്നെ കൂടെ നിറവേറും. കാരണം ഞാൻ എൻ്റെ ശക്തിയിലല്ല നിൽക്കുന്നത്. ഹീ വിൽ സ്ട്രെങ്തൻ മീ. ഞാൻ ഇന്നലെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇനി എൻ്റെ അസുഖം മാറാണ്ട് പ്രാർത്ഥിക്കുന്നതല്ല, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഈ സാഹചര്യത്തിൽ കർത്താവുമായിട്ട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കർത്താവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന, കർത്താവിൻ്റെ പ്രസൻസ് 24 മണിക്കൂറും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആത്മമണ്ഡലത്തിലേക്ക് എന്നെ കയറ്റണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ഞാൻ ഡിറ്റാഡ് രാവിലെ അത് ഷെയർ ചെയ്തു. അതിലും വലിയൊരു സന്തോഷമില്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുക എവരി മൊമെൻറ്റ്. പൗലോസ് ഗലാത്യർ 2 പറഞ്ഞൊരു കാര്യമുണ്ട്, I have been crucified with Christ. ഞാൻ ക്രിസ്തുവിനോടുകൂടി മരിച്ചിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടു.
ഇനി ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ജസ്റ്റ് ഇമാജിൻ, ഐ ആം ഡെഡ്. പക്ഷെ ഇനി ഞാൻ മറ്റൊരാളുടെ വകയാണ്. ഐ ബിലോങ് ടു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് പറയാം, ഇനിയും എൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ബലിയാക്കിയ കർത്താവിനോടുള്ള വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ ആശ്രയത്തിലാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഇമാജിൻ. ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കാര്യങ്ങളോ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും വേണമെന്നല്ലേ പറയുന്നത്. പക്ഷേ എൻ്റെ പ്രയോറിറ്റി, ഒന്നാം സ്ഥാനം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കാൻ ഞാൻ എന്താണോ ചെയ്യേണ്ടത് ഞാൻ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ദോഷമായിട്ട് വല്ലതും ചെയ്യും പറ. അപ്പോൾ താഴോട്ട് വരാം, നമ്മൾ റോമൻസിലോട്ട് മടങ്ങി വരാം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ഒരുറപ്പ് തരും, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ഭയത്തിലോട്ടല്ല വിടുന്നത്. ഒരു ക്രൈസിസ് വരുമ്പോൾ പ്രത്യേകം ഓർത്തോണം, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അത് എത്ര വലുതായിട്ട് എത്ര ചെറുതായിട്ട് പരിശുദ്ധാത്മ ആദ്യം തരുന്നൊരു ഉറപ്പെന്നറിയാം, കർത്താവ് അറിയാതെ അനുവദിക്കാതെ നിൻ്റെ ജീവിതമൊന്നും സംഭവിക്കത്തില്ല. ഞാൻ എൻ്റെ ഈ ടെസ്റ്റിൽ കൂടെ കടന്നുപോയി ഏകദേശം പിടി കിട്ടി. എന്തിലോട്ടാണ് പോകുന്നതെന്ന് ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും അതിലോട്ടൊക്കെ പോകുമ്പോഴും ഞാൻ ഡിറ്റയോട് പറഞ്ഞതാണ്, ഡിറ്റ, കർത്താവ് അറിയാതെ അനുവദിക്കാതെ നമ്മുടെ ജീവിതമൊന്നും സംഭവിക്കത്തില്ല. കാരണം എന്താ? പരിശുദ്ധാത്മ ഉറപ്പൂര്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. എടാ, നിനക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. നീ കിടന്നൊറ്റയ്ക്ക് ഈ ഭാരമില്ലാതെ വഹിക്കേണ്ടെന്ന്. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ നിന്റെ ജീവിതത്തിന്റെ കൺട്രോൾ അങ്ങ് വിട. നീ എന്നെ ഏൽപ്പിക്കും. കാസ്റ്റ് ഓൾ യുവർ കെയർസ് അപ്പോൺ മീ ബിക്കോസ് ഐ കെയർ ഫോർ യു. ഞാൻ നിന്നെ ഓരോ മൊമെന്റും ഞാൻ നിന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ മോണിറ്റർ ചെയ്യുകയില്ല, അതിനകത്തൂടെയൊക്കെ കടത്തിവിടാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കും. പിന്നെ ഇവിടെ ഭയം വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പ് പ്രാപിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ പറയുക, ദൈവം എന്നെ കൈവിട്ടു, ഇത് ശിക്ഷയാണ്. ഇത്രയും നാളെ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടില്ല. ഞാൻ ഒരു വാക്യം പറഞ്ഞില്ല, ഒരു വാക്ക് പരാതി പറഞ്ഞില്ല. കർത്താവേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കിത് വന്നല്ലോ. റിട്ടേൺ ചോദിച്ചു, നോ നെവർ. കർത്താവെ, അങ്ങറിയാതെ അനുവദിക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. ഞാൻ ഈ കടന്നു പോകുന്നത് അതൊരു നന്മയായിട്ട് മാറും. ഒരു സ്പിരിച്വൽ ഗ്രോത്ത് എനിക്ക് മാത്രമല്ല, അനേകർക്ക്. അതുകൊണ്ട് ആ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. എനിക്കറിയാം എപ്പോഴും സംശയത്തോടെ കേൾക്കുന്ന അനേകരുണ്ട്. നീ ഒരു വികാരത്തിൻ്റെ പുറത്തിലാണ് പറയുന്നതെന്ന് ചിന്തിക്കുന്ന, അല്ല എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. No. Now I know very well which is of the emotion, അല്ലെങ്കിൽ of the soul, which is of the spirit. ജഡത്തിൻ്റെ ഏതാണ്, ആത്മാവിൻ്റെ ഏതാണെന്ന് ഇപ്പം തിരിച്ചറിയാനുള്ള ഒരു പ്രാപ്തി കർത്താവിൻ്റെ കൃപയാൽ ലഭിച്ചു. പണ്ട് ഈ വികാരത്തിൽ ഒത്തിരി കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കി അടുത്ത എപ്പിസോഡിൽ